നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അവശ്യ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സർക്കാർ നീക്കം. സഹകരണ സംഘങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തി കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ, ബാങ്കുകളിൽ എത്തുവാൻ പ്രയാസമുള്ള ഗുരുതര രോഗബാധിതർ എന്നിവരുടെ വീടുകളിൽ പെൻഷൻ നേരിട്ടെത്തിക്കാൻ തപാൽ വകുപ്പിന്റെ സേവനം വീണ്ടും തേടുകയാണ് ധനവകുപ്പ്. തുക മണി ഓർഡറായി വീടുകളിൽ എത്തിക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ തപാൽ വകുപ്പുമായി സർക്കാർ ചർച്ച ചെയ്യുന്നത്. സഹകരണ ബാങ്കുകളെ അടുപ്പിക്കില്ല. കാരണം ഇത്തരത്തിലൊരു സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കിടപ്പ് രോഗികൾക്കും ബാങ്കുകളിൽ എത്താൻ പാടുള്ളവർക്കും ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും പഴയപടി പോസ്റ്റ് ഓഫീസ് വഴി മണി ഓർഡർ ആക്കാൻ നീക്കം. ധനവകുപ്പ് തപാൽ വകുപ്പുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്ഷേമ പെൻഷനിലെ സഹകരണ കൊള്ള എന്തായാലും നടക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാർ ഉള്ളത്. സംസ്ഥാനത്ത് ആകെ 51,11,000 പേരാണ് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളായുള്ളത്. ഇതിൽ 23,14,000 പേർക്ക്, അതായത് പകുതിയോളം പേർക്കാണ് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത്. കിടപ്പ് രോഗികളായ 10,000-ൽ താഴെ ആളുകൾക്കും ഭിന്നശേഷിക്കാർ, കാഴ്ച പരിമിതർ തുടങ്ങിയ വിഭാഗങ്ങൾക്കും പെൻഷൻ വീടുകളിൽ എത്തിച്ച് നൽകേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം പേരിൽ 19,825 പേരും ഇത്തരത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുമ്പോൾ ഒരാൾക്ക് 30 രൂപ വീതമാണ് സർക്കാർ ഒരു സഹകരണ സംഘങ്ങൾക്ക് നൽകേണ്ടിയിരുന്നത്. ഇതിൽ 20 രൂപ പെൻഷൻ വീട്ടിലെത്തിക്കുക കളക്ഷൻ ഏജന്റിനാണ്, 10 രൂപ സഹകരണ ബാങ്കിനുമാണ് ലഭിച്ചിരുന്നത്. ഇതുവഴി പ്രതിമാസം 7 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ടെന്ന് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വിതരണം ചെയ്യില്ലെന്ന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സമര പരമ്പരകൾ തുടങ്ങാനുള്ള CPM നീക്കം പാളി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത സമരം വേണ്ടെന്നാണ് തീരുമാനം. അങ്ങനെ ചെയ്താൽ CPM ഭരിച്ച 10 കൊല്ലത്തെ സഹകരണ ബാങ്ക് അഴിമതികൾ ഒന്നൊന്നായി സതീശൻ സർക്കാർ വലിച്ചു പുറത്തിട്ട് നാറ്റിക്കുമെന്നാണ് പാർട്ടിയുടെ സംശയം. അതിനാൽ തൽക്കാലം പ്രസ്താവനകളിൽ ഒതുക്കും. സഹകരണ സ്ഥാപനങ്ങൾ എന്ന CPM ചങ്കിനെ തൊട്ടിട്ടും പ്രതിരോധിക്കാൻ കഴിയാത്തതിന് കാരണം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ അഴിമതികളാണെന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകൾ മുഖേനയാക്കാനാണ് സർക്കാർ തീരുമാനം. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രമായിരിക്കും ഇനി നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുക. പല സൊസൈറ്റികളും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. കൂടാതെ സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവ് ഇനത്തിലുള്ള ചിലവിനെ കുറിച്ചും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്തും പരിശോധിച്ച ശേഷമാണ് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും സഹകരണ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു. സഹകരണ സംഘങ്ങളിലെ കളക്ഷൻ ഏജന്റുമാരാണ് പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. ഈ രീതിക്കാണ് ഇപ്പോൾ UDF സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. കളക്ഷൻ ഏജന്റ് എന്നാൽ DYFI എന്ന അർത്ഥം. ഇവർ വഴിയാണ് CPM വോട്ട് പിടിച്ചിരുന്നത്. കിടപ്പ് രോഗികൾക്കൊഴികെ സാമൂഹ്യ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നത് നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. രാജ്യത്തിന് മാതൃകയായ പെൻഷൻ പദ്ധതി വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സഹകരണ സംഘങ്ങൾ വഴിയുള്ള വീട്ടുപടിക്കലെ പെൻഷൻ വിതരണം നിർത്തലാക്കാനുള്ള ഈ നീക്കം പതിയെ പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള UDF അജണ്ടയുടെ ആദ്യ പടിയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ്: രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ സാമൂഹ്യ പെൻഷൻ വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയമായ പെൻഷൻ വിതരണ പദ്ധതിയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ തകിടം മറിക്കാൻ ഒരുങ്ങുന്നത്. 10 വർഷക്കാലമായി DBT സ്വയം തിരഞ്ഞെടുത്തവരൊഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ പകുതിയോളം പേർക്കും ബാങ്കുകൾ കയറി ഇറങ്ങാതെ തങ്ങളുടെ വീട്ടുപടിക്കൽ പെൻഷൻ തുക ലഭ്യമായിരുന്നു. ആ സിസ്റ്റമാണ് UDF സർക്കാർ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവം ഇതല്ല. നേരിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഒഴിവാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകി. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയതിലാണ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
വിതരണം ചെയ്യാത്ത തുക തിരിച്ചടയ്ക്കുന്നതിലുണ്ടാകുന്ന കാലതാമസവും അർഹതയില്ലാത്തവർ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ എന്നിവരെ ഒഴിവാക്കാനുമാണ് നടപടിയെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കേന്ദ്ര സഹായം നഷ്ടപ്പെടുമെന്ന് ഒഴിവാക്കാനാണ് ബാങ്ക് വഴി വിതരണമെന്നും വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു. നിലവിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണുള്ളത്. വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുകകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലുകളിൽ പൊരുത്തക്കേടുകൾ, അർഹതയില്ലാത്തവർക്കോ ഒരേ വ്യക്തിക്കോ ഒന്നിലധികം തവണയോ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ DBT നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് മൂലം കേന്ദ്ര ധനസഹായമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനായിരുന്നു നടപടി എന്നായിരുന്നു കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയുള്ള വിശദീകരണം. കേരളത്തിന്റെ CPM കള്ളക്കളി പൊളിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ വിജയമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ പ്രാദേശിക സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായ കണ്ണിയായ സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയേറിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാന വിഷയമായ സഹകരണ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് 2021 ജൂലൈ 6-ന് അമിത്ഷായുടെ കീഴിൽ കേന്ദ്ര സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും പുതിയ ദേശീയ സഹകരണ നയം രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തതോടെയാണ്. മൊത്തം GDPയിൽ സഹകരണ മേഖലയിൽ നിന്നുള്ള ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഈ മേഖലയെ പുനഃസംഘടിപ്പിക്കുകയാണ് ദേശീയ നയത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞത്. കേന്ദ്രം കൊണ്ടുവന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമ ഭേദഗതി അതിൽ ഒടുവിലത്തേതാണ്. 2022-ലാണ് BJP സർക്കാർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് നിയമം ഭേദഗതി ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് അനുമതി നൽകിയത് സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളിൽ ലയിക്കാം. ഭരണസമിതി തീരുമാനം അനുസരിച്ചും പൊതുയോഗത്തിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചും ഏത് സഹകരണ സംഘത്തെയും മൾട്ടി സ്റ്റേറ്റ് സംഘമാക്കി മാറ്റാം. ഇതുവരെയുള്ള നിയമം അനുസരിച്ച് ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിക്ക് മാത്രമേ മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ ലയിക്കാനാകുമായിരുന്നുള്ളൂ. അതായത് സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ പോലും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളാക്കി മാറ്റാവുന്ന വ്യവസ്ഥകളാണ് കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 33 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കേരളം പ്രവർത്തന പരിധിയായി മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 65 സഹകരണ സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ രജിസ്ട്രേഷനുകൾ വരുന്നുമുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ. ഇവ കേന്ദ്ര സഹകരണ രജിസ്ട്രാർക്ക് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ 16,256 സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടിയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗുമാണുള്ളത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മാത്രം 80,000 കോടി രൂപ നിക്ഷേപവും 71,000 കോടി രൂപയുടെ വായ്പയുമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ജനസംഖ്യയിലെ 60% ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളുമാണ്.